നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അവസാന ആശ്രയം എന്ന് പറയുന്നത് കോടതികളാണ്. കോടതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകവുമാണ്. ഏറ്റവും താഴെ തട്ട് മുതൽ സുപ്രീം കോടതി വരെ നമ്മൾ ന്യായാധിപന്മാരെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ്. ഇപ്പോഴിതാ ഒരു വളരെ പുരോഗമനപരമായ ആശാപരമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് സാർ കോടതിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതുപോലെ തന്നെ നമ്മൾ യശ്വന്ത് ശർമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അത് ഈ വിധി അതിനെ സ്വാധീനിക്കുമോ? കോടതി തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, സൂര്യപ്രകാശ്, സൺഷൈൻ ഈസ് ദി ബെസ്റ്റ് ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞൊരു കവിത പറഞ്ഞതല്ല സുപ്രീം കോടതി. അതായത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഏതു കാര്യവും കുറ്റവിമുക്തമാക്കാൻ, ഇവിടെ ഇപ്പോൾ സെപ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ അണുക്കൾ അല്ലെങ്കിൽ കീടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കീടങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ കുറ്റങ്ങൾ, കുറവുകൾ, പാളിച്ചകൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൺഷൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സൂര്യപ്രകാശത്തിൽ ഇടുക എന്നല്ല. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ആൻഡ് ഫ്രാങ്ക്, എല്ലാം സുതാര്യമായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് സൺഷൈൻ കൊണ്ട്. അതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം. എല്ലാ കാര്യങ്ങളും വളരെ തുറന്നതായി കഴിഞ്ഞാൽ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ, പബ്ലിക്കിന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, പബ്ലിക്കിൽ നിന്ന് മറച്ചു വയ്ക്കാതിരുന്നാൽ എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഏറ്റവും നല്ല ചികിത്സ. അത് രോഗാണുമുക്തമാവാനും രോഗമുക്തമാവാനും കോടതി പറഞ്ഞ കാര്യം. അപ്പോൾ ആ കാഴ്ചപ്പാടോടു കൂടിയാണ് വിവരാവകാശ നിയമമെന്ന് പറയുന്ന വിപ്ലവം ഇന്ത്യയിൽ വന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണത്. ഏതൊരു സാധാരണക്കാരനും 10 രൂപയുടെ ഒരു പോസ്റ്റൽ ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് തനിക്കറിയാനുള്ള വിവരങ്ങൾ അങ്ങേ അറ്റത്തു നിന്നും തേടാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കോടതികൾ ഇതിനൊക്കെ വളരെ അടിയിൽ വരുന്ന ഒരു കാര്യമല്ല. കോടതികൾക്ക് ഇത് നിരാകരിക്കാവുന്നൊരു ധാരണയാണ് പൊതുവേ ജനങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷെ കോടതിയിലെ കാര്യങ്ങൾ പോലും ഇങ്ങനെ സുതാര്യമാവണം. ഒരു വിവരാവകാശം അറിയേണ്ട ആൾ ഇതാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം, നിശ്ചിത സമയത്തിനകം കൊടുക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ഇതിനോടനുബന്ധിച്ച് പറയട്ടെ, നേരത്തെ ഒരു വിധി വന്നു, വ്യക്തമല്ലാത്ത രീതിയിലുള്ള മറുപടി നൽകുന്ന ഓരോ സ്ഥാപനത്തിലും ഉണ്ടല്ലോ വിവരാവകാശം കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥർ. വിവരാവകാശ പ്രവർത്തകരല്ലത്, വിവരാവകാശം കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ട് ഇൻഫർമേഷൻ ഓഫീസർ എന്നൊരു തസ്തിക, അതിൻ്റെ കീഴിലുള്ള ഒരു ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ ഒരു സംഘവും ഉണ്ടാവും. അപ്പോൾ അവരിത് കൊടുക്കുന്നതിൽ ബബ്ബ ജഡ്ജ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായിരിക്കണം ഉത്തരം. ശരിയാണ്. വൈ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടില്ല. കാരണം അത് ഡിസ്ക്രിപ്ഷനാണ്, അത് നമുക്ക് പറയാൻ പറ്റും. നിജാവസ്ഥ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം നമുക്ക്. ബാക്കിയെല്ലാം ഡബ്ല്യുകളും നമുക്ക് കിട്ടിയിരിക്കണം. വാട്ട്, വെൻ, വെയർ, ഹൂസ്, ഹൗ. ഇത് ഹൗ പോലും കിട്ടും. വാട്ട് നെക്സ്റ്റ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കത്തില്ല, പത്രത്തിൻ്റെ 6W പോലെ. ഇതെല്ലാം നമ്മൾ കിട്ടിയിരിക്കാൻ നമുക്ക് അവകാശമുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ. ഇപ്പോൾ കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ സെമി ജുഡീഷ്യൽ അധികാരം കൂടിയുള്ളതാണ്. വലിയൊരു വിപ്ലവകരമായൊരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിഗണനയിലുള്ള വിഷയങ്ങളും കോടതി നടപടിക്രമങ്ങളും ഒഴികെയുള്ള മറ്റു വിവരങ്ങൾ ലഭിക്കാൻ പൗരന് അവകാശമുണ്ട്. ഇപ്പോൾ ജഡ്ജിയുടെ പരിഗണനയുള്ള വിഷയം, ജഡ്ജിയുടെ ചേംബറിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, വിധി വരാത്ത കാര്യങ്ങൾ, അത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അത് വക്കീൽ വഴി ആവശ്യപ്പെട്ടിട്ട് വേണ്ട വിവരങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരന് കോടതിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടാൻ അവകാശമുണ്ട്. ഇത് വരാനുള്ള അവസരമുണ്ടാക്കിയത് നമ്മുടെ താഴെ ഒരു കീഴ്ക്കോടതിയിൽ ഇങ്ങനൊരു വിവരാവകാശ പ്രവർത്തകൻ ഒരു അപേക്ഷ കൊടുത്തു കിട്ടണം. അപ്പോൾ കീഴ്ക്കോടതി പറഞ്ഞു ഞങ്ങൾ ഇതിനൊക്കെ അതീതരാണ് എന്നൊരു ഉത്തരം. അവിടുത്തെ ജഡ്ജിമാരല്ല കേട്ടോ, തീർച്ചയായിട്ടും അവിടുത്തെ വിവരാവകാശം കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ട് നിയോഗിക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ, അതിനെതിരെയാണ് ഈ വിധി വന്നിരിക്കുന്നത്. അത് സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ്. അപ്പോൾ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളും കാര്യക്രമങ്ങളും എല്ലാം തന്നെ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരവകാശമുണ്ട്. ഇപ്പോൾ നോക്കൂ, യശ്വന്ത് വർമ്മയുടെ കേസിൽ തന്നെ യശ്വന്ത് വർമ്മയുടെ എന്താണ് അടുത്ത വിധി വരാൻ പോകുന്നത് അറിയില്ല.
പക്ഷേ അത് സംബന്ധിച്ചുള്ള കേസുകൾ വല്ലതും വന്നിട്ടുണ്ടോ, ഫയലിൽ ചേർത്തിട്ടുണ്ടോ, ജുഡീഷ്യൽ ഓഫീസർമാരുടെ അധികാരത്തുള്ളതല്ല, അത് വല്ലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ അവകാശമുണ്ട്. അതും വിവരാവകാശ നിയമത്തിൻ്റെ ഭാഗ്യമാണ്. അതിന് രഹസ്യ സ്വഭാവം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കോടതിയാണല്ലോ അതിനനുബന്ധം. പ്രധാനമായിട്ടും രഹസ്യ സ്വഭാവം എന്ന് എത്ര കേസുകൾ രജിസ്റ്റർ പറയുന്നത് ചെയ്തു, നമ്മുടെ സൈനിക നീക്കങ്ങളും അതൊക്കെയാണ് രഹസ്യമായിട്ട് വെക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങൾ അങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ടതല്ല. കാര്യമില്ല. അതിൽ തന്നെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിഗണനയുള്ള വിഷയങ്ങളുണ്ട്. വിധി വരാൻ കാത്തിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അത് ശരിയാവില്ല. അതെ, ഓവർ സ്മാർട്ട് ആവുകയും അതെ അതിനെ അല്ല അതെന്തായാലും വിധി വരുമ്പോൾ പുറത്തു വരുമല്ലോ. അതെ, വരണം. പുറത്തു വരുമ്പോൾ അന്നേരം അറിയാം. അതെ, അത് സംബന്ധിച്ച് പിന്നെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത്. പക്ഷേ ഒരു വ്യക്തിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ, കോടതിയിൽ വിചാരണ നടക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ, ഒരു കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് പുറത്തുവിടുന്നതിൽ, അതിനെ സുതാര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇത് മാത്രമല്ല, കോടതികൾ തന്നെ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന കോടതി നടപടികൾ അത് അതാര്യമല്ല, സുതാര്യം തന്നെയാണ്. ഞാനീ പറഞ്ഞത്, കോടതി ഇപ്പം ജഡ്ജി പഠിച്ചു വരുന്ന ഒരു കാര്യം നമുക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ആ കേസിനെ ബാധിക്കും, അത് കേസിൻ്റെ മെറിറ്റിനെയും ബാധിക്കും. അതുപോലെ തന്നെ പിന്നെ അത് പലതരത്തിലുള്ള പ്രതിക്ക് ഗുണമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത. അല്ല, ഇപ്പോൾ പലപ്പോഴും വിചാരണ നടക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിചാരണയെ മുൻനിർത്തിക്കൊണ്ട് ചില വിധികൾ പറയാറുണ്ട്. മാധ്യമങ്ങൾ ചർച്ചകൾ, മാധ്യമ വിചാരണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് തെറ്റാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് അതങ്ങനെയാണെന്ന് പറയുന്നത്? കാരണം ഒരു പക്ഷേ ജഡ്ജിയുടെ വിധിയെ ഈ മാധ്യമ വിചാരണ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം. അതൊരു പ്രെജുഡിസ് ആയിട്ട് വരാം. അതെ, ഒരു മുൻവിധിയായിട്ട് വരാം. അതെ, അത് വരാൻ പാടില്ല. നിഷ്പക്ഷമായിട്ടുള്ള വിധി, നീതി ദേവതയുടെ കണ്ണുകൾ അടഞ്ഞാണിരിക്കുന്നത്. മുഖം നോക്കാതെയുള്ള വിധി വരണമെങ്കിൽ ഇങ്ങനെയുള്ള മാധ്യമ വിചാരണ ഇല്ലാതാക്കണം. അത് മാത്രമല്ല, കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യവുമില്ല. നിരീക്ഷണം വിധിയല്ല. വിധി വരുമ്പോഴാണ് അത് പ്രസ്താവിക്കുന്നത്. കോടതി തന്നെ വിധിയുടെ കോപ്പി കിട്ടും. വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ സംഭവം ഉണ്ടാവാൻ കാരണം അതിൻ്റെ ചരിത്രം കൂടെ നോക്കാം. 2021 ജോസഫ് ജേക്കബ് എന്ന് പറയുന്ന വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ നൽകിയ വിവരാവകാശ അപേക്ഷയാണ് ഇതിന് നിദാനം. അപ്പോൾ അന്ന് കോടതി പറഞ്ഞത്, കോടതിയിലെ വിവരാവകാശ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യം, ഇത് മറ്റൊന്നുമില്ല, ലേല, സന്നദ്ധ, വക്കാലത്ത് എന്നിവയുടെ അനുബന്ധ രേഖകളുടെയും പകർപ്പുകളാണ് ഉദ്ദേശം. വക്കാലത്തിൻ്റെ പകർപ്പ് ആണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്താ പറഞ്ഞത്? ചട്ടം 12 പ്രകാരം കീഴ്ക്കോടതികൾ അപേക്ഷ സ്വീകരിക്കേണ്ടതില്ലെന്ന് കോടതിയിലെ വിവരാധികാരിയായ അജിത് കുമാർ നിലപാടെടുത്തു. വിവരാധികാരി ഉദ്യോഗസ്ഥനാണ്, ഇൻഫർമേഷൻ ഓഫീസറാണ്. അങ്ങനെ നിലപാടെടുത്തത് അജിത് കുമാറിനോട് ഈ മാസം 28 നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വകുപ്പ് വെച്ച് നിങ്ങളിത് അത് മറയാക്കിക്കൊണ്ട് വിവരം കൊടുക്കാതിരിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ കമ്മീഷൻ്റെ നടപടിയും ഉണ്ടായിരിക്കുന്നു, വിധിയും വന്നിരിക്കുന്നു. അതായത് വിവരാവകാശ നിയമത്തിന് കോടതികൾ പുറത്തല്ല. ഈ ജോസഫ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ കോടതി തീർച്ചയായിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകിയിരിക്കണം എന്നുള്ളതാണ്. സാർ, ഇത് മുമ്പ് സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിവരാവകാശ നിയമം സംബന്ധിച്ച്. പക്ഷേ എന്നിട്ടും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ വിവരാവകാശ നിയമത്തിന് ഈ പറയുന്നത് പോലെ ഇത് സമയത്തിന് കൊടുക്കാതിരിക്കുക, ഇത് മനഃപൂർവ്വം വൈകിപ്പിക്കുക, ചോദിച്ചാൽ അത് ഈ അധികാരപരിധിക്ക് പുറത്താണ് എന്നൊക്കെ പറയുക? ഇത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോടതികൾ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് സ്ഥാപിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥാപനവും ഭരണഘടനയ്ക്ക് പുറത്തല്ല. ഭരണഘടനാ സ്ഥാപനങ്ങളൊന്നും ഭരണഘടനയ്ക്ക് പുറത്തല്ല എന്ന് പറയുന്നത്. കോടതികൾ വിവരാവകാശത്തിന് പുറത്തല്ല. അവരുടെ പൗരൻ്റെ അവകാശം നിഷേധിക്കാൻ കോടതികൾക്കും അവകാശമില്ല. പിന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, അതായത് കേസുകളാണല്ലോ. അതുപോലെ തന്നെ കോടതി നടപടിക്രമങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ പുറത്ത് വിടേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതി മാത്രം അറിയേണ്ട, പൗരന്മാരെ അറിയേണ്ട കാര്യമില്ല. അവരുടെ നടപടിക്രമങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള എ അബ്ദുൾ ഹക്കീമാണ്. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് അധികാരം കൂടി, നിയമപരമായ അധികാരം കൂടെയുള്ള ഒരു സ്ഥാപനമാണല്ലോ. അങ്ങനെ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ജനാധിപത്യത്തിൻ്റെ ആ ഒരു ഊഷ്മളത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുന്നതാണ്. നമ്മൾ
ഇതിനോടൊപ്പം ഒന്നും കൂടി ഓർക്കണം, ഏറ്റവും അധികം സുതാര്യത കിട്ടുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം ഏറ്റവും അധികം പുഷ്കലമായി തീരുന്നത്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും, ഒരു സ്ഥാപനവും ഇതിന് അതീതമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ചില വിഷയങ്ങൾ മാത്രമാണ് ഇതിന് അതീതമായിട്ടുള്ളത്, ഒരു സ്ഥാപനവും ഇതിന് അതീതമായിട്ടില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളതിന് ഇത് അടിവരയിടുകയാണ്.